നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തുറക്കുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും എന്നറിയാനായിട്ട് ഇനി വെറും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഭരണ തുടർച്ചയാണോ അതോ ഭരണമാറ്റമാണോ ഉണ്ടാവുക എന്ന് വ്യക്തമാകും. ഭരണ തുടർച്ച എന്ന LDFൻ്റെ സ്വപ്നത്തിനും അധികാരം പിടിച്ചെടുക്കാമെന്ന UDFൻ്റെ പോരാട്ടത്തിനും അക്കൗണ്ട് തുറക്കാമെന്ന NDAയുടെ തന്ത്രങ്ങൾക്കുമൊക്കെ തന്നെ ജനം എങ്ങനെ മാർക്ക് നൽകി എന്നത് ഇന്ന് അറിയാൻ സാധിക്കും. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസും UDFും. ഇന്ന് 4-ാം തീയതി ഫലം വന്നതിന് ശേഷം 5-ാം തീയതി കോൺഗ്രസ് ആകട്ടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 6-ാം തീയതി ഘടകകക്ഷികളുടെ യോഗവും 7-ാം തീയതി നേതാക്കളുടെ ഡൽഹി യാത്രയും നടക്കും. 8 മുതൽ 10 വരെയുള്ള തീയതികൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഭരണ തുടർച്ചയാണെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഓരോ മണ്ഡലത്തിലും ശരാശരി 14 റൗണ്ടുകളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം TV ചാനലുകളിലൂടെ വേഗത്തിൽ അറിയാമെങ്കിലും ബൂത്ത് തലത്തിലുള്ള കൃത്യമായ കണക്കുകൾക്കായിട്ട് ഔദ്യോഗിക വെബ്സൈറ്റുകളെ ആശ്രയിക്കുന്നതാണ് ഉചിതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റായിട്ടുള്ള results.eci.gov.in വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭിക്കുന്നതാണ്. കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ PRD ലൈവ് ആപ്പ്, അതിൽ ട്രെൻഡ് വെബ്സൈറ്റ് എന്നിവയിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഫലം അറിയാൻ സാധിക്കും. ഇന്ന് രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്താകെ 43 സ്ഥലങ്ങളിലായിട്ട് 140 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 5 ബൂത്തുകളിലെ വീതം VVPAT സ്ലിപ്പുകൾ നിർബന്ധമായിട്ടും എണ്ണുന്നതാണ്. EVMലെ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ വ്യത്യാസം കണ്ടാൽ ആ ബൂത്തിലെ VVPAT സ്ലിപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതായിരിക്കും. വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായിട്ട് 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. വോട്ടെണ്ണുന്നതിനായിട്ട് ഓരോ കേന്ദ്രത്തിലും പരമാവധി 14 കൗണ്ടിംഗ് ടേബിളുകൾ വീതം സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണൽ ഹാളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഏത് മുന്നണിയാകും കേരളം ഭരിക്കുക, ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം, പ്രതീക്ഷകളൊക്കെ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ്. ഈ മാസം 6-ാം തീയതി സംസ്ഥാനത്തെ ഹോട്ടലുകൾ പൂർണ്ണമായിട്ടും അടച്ചിട്ട് പ്രതിഷേധിക്കാനായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ 19 കിലോ തൂക്കമുള്ള വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചത് ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. പുതിയ നിരക്ക് വർധന നിലവിൽ വന്നതോടുകൂടി സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ ഒന്നിന് 1000 രൂപയോളം അധികം നൽകേണ്ട അവസ്ഥയിലാണ് വ്യാപാരികൾ. അമിതമായ ഈ വിലക്കയറ്റം ഹോട്ടൽ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞു. ഒരു ശരാശരി ഹോട്ടലിന് പ്രതിദിനമാകട്ടെ 4 സിലിണ്ടറുകൾ വരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇടത്തരം ഹോട്ടലുകൾക്ക് ഗ്യാസ് ഇനത്തിൽ മാത്രം മാസം 1.5 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ടാണ് കടകൾ അടച്ചിട്ടുള്ള സമരത്തിലേക്ക് നീങ്ങുന്നതെന്നും വ്യാപാരികൾ വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപ ഇനി എന്നാണ് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്. മെയ് മാസത്തിലേക്ക് പ്രവേശിച്ചതോടെ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് മെയ് 4-ാം തീയതി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ കഴിഞ്ഞ ദിവസം മെയ് 2-ാം തീയതി നിലവിലെ മന്ത്രിസഭയുടെ അവസാന യോഗം പൂർത്തിയായിരുന്നു. ഇനി പുതിയ മന്ത്രിസഭ അധികാരമേറ്റെടുത്ത ശേഷം മാത്രമേ അടുത്ത മന്ത്രിസഭാ യോഗവും സുപ്രധാനമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളുമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്നതായിരിക്കും. അതേപോലെ LDF ആയാലും UDF ആയാലും മെയ് 25-നകം തന്നെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ മെയ് 25 മുതൽ ക്ഷേമ പെൻഷൻ വിതരണം പുനരാരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് ഇന്ന് കൃത്യമായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിപ്പോൾ വരാനിരിക്കുന്ന സർക്കാർ ഏതായാലും ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ജനങ്ങളുടെ എല്ലാം തന്നെ പ്രതീക്ഷ. മുൻപ് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് എല്ലാ മാസവും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ കൃത്യമായിട്ട് പെൻഷൻ നൽകുന്ന ആ രീതിക്ക് തുടക്കമിട്ടത്.
അതിനു മുൻപ് വീടുകളിലേക്ക് മണി ഓർഡറായിട്ട് 4-5 മാസത്തെ തുക ഒരുമിച്ച് നൽകുന്ന രീതിയായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് മുന്നണി ഭരണത്തിൽ വന്നാലും പെൻഷൻ വിതരണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. ക്ഷേമ പെൻഷൻ 5 വർഷം കൊണ്ട് 3000 രൂപയാക്കുമെന്ന് വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഉയരുന്ന പശ്ചാത്തലത്തിൽ പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ചുരുങ്ങിയത് 100 രൂപയുടെയെങ്കിലും വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻപ് നിലനിന്നിരുന്ന ഇരട്ട പെൻഷൻ സംവിധാനം നിർത്തലാക്കിയത് പലർക്കും പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വാങ്ങിയിരുന്നവർക്ക് ഇപ്പോഴാകട്ടെ ഒരു പെൻഷൻ മാത്രമേ പൂർണ്ണമായിട്ട് ലഭിക്കുന്നുള്ളൂ. പ്രത്യേകിച്ചും കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെയൊക്കെ തന്നെ അവസ്ഥ വളരെ ദയനീയമാണ്. 18 മാസത്തെ കുടിശ്ശികയിൽ 5 മാസത്തെ തുക ഇലക്ഷന് മുൻപ് നൽകിയെങ്കിലും ബാക്കി 13 മാസത്തെ തുക ഇനിയും ലഭിക്കാനായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് 2000 രൂപ ലഭിക്കുമ്പോൾ ഇവർക്ക് വെറും 600 രൂപ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നത് വലിയൊരു വിവേചനമാണ്. പുതിയ സർക്കാർ വരുമ്പോൾ ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ തന്നെ പുനഃസ്ഥാപിക്കുമോ എന്നും മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികകളൊക്കെ തന്നെ കൃത്യമായിട്ട് വിതരണം ചെയ്യുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം മെയ് 15 വെള്ളിയാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ പൊതുജനങ്ങൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം മെയ് 15 വരെ ഒരുമിച്ച് കൈപ്പറ്റാവുന്നതാണ്. തുടർന്ന് മെയ് 16, 17 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് 18 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ ആ മാസത്തെ, അതായത് മെയ് മാസത്തിലെ മാത്രമായിരിക്കും നിങ്ങൾക്ക് വിതരണം ഉണ്ടാകുക. ഏപ്രിൽ 4 മുതൽ ആരംഭിച്ച വിതരണത്തിൽ 2 മാസത്തെയും റേഷൻ നേരത്തെ വാങ്ങിയവർക്ക് മെയ് മാസത്തിൽ വീണ്ടും റേഷൻ ലഭിക്കുന്നതല്ല എന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞ കാർഡ് ഉടമകൾക്ക് മെയ് മാസം 15-ാം തീയതി വരെ 60 കിലോ അരിയും 2 കിലോ ഗോതമ്പും 6 പാക്കറ്റ് ആട്ടയും വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് 2 മാസത്തെ വിഹിതം ലഭിക്കുന്നവർക്കാണ് പറഞ്ഞത്. എന്നാൽ മെയ് 16 മുതൽ മെയ് മാസത്തെ മാത്രം വിഹിതമായിട്ടുള്ള 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക. ഇനി പിങ്ക് കാർഡിൻ്റെ കാര്യം എടുത്താൽ നിങ്ങൾക്ക് മെയ് 15 വരെ ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പ് വരെ ലഭിക്കും. എന്നാൽ മെയ് 16-ാം തീയതി മുതൽ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും എന്ന നിലയിലായിരിക്കും വിതരണം ഉണ്ടാവുക. ഗോതമ്പിൻ്റെ അളവിൽ കുറവ് വരുത്തിക്കൊണ്ട് പകരം ആട്ട നൽകുന്ന രീതിയും നിലവിലുണ്ട്. നീലവിള റേഷൻ കാർഡിനെ സംബന്ധിച്ച് മെയ് 15-ാം തീയതി വരെ നിങ്ങൾക്ക് നീല കാർഡാണെങ്കിൽ അംഗങ്ങൾക്ക് 4 കിലോ അരിയും കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുമെങ്കിൽ മെയ് 16-ാം തീയതി മുതൽ ഇത് 2 കിലോ അരിയും 3 കിലോ സ്പെഷ്യൽ അരിയുമായിട്ട് മാറും. അതുപോലെ വെള്ള കാർഡാണെങ്കിലോ അവർക്കും 2 മാസത്തെ വിഹിതമായിട്ട് 10 കിലോ അരി വരെ ലഭിച്ചിരുന്നത് അത് മെയ് 16-ന് ശേഷം 4 കിലോയായിട്ട് കുറയും. കൂടാതെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിലേക്ക് മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റ് കാർഡുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഞായറാഴ്ച മെയ് 3-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,835 രൂപയും പവന് 1,10,680 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.